വെള്ളം ഇറങ്ങാൻ തുടങ്ങിയതോടെ കടകൾ വൃത്തിയാക്കുന്ന തിരക്കിലാണ് കണ്ണൂർ ശ്രീകണ്ഠാപുരത്തെ വ്യാപാരികൾ. ബസ് സ്റ്റാൻഡിന് അകത്തെ 100 കടകളിലാണ് വെള്ളം കയറി സാധന സാമഗ്രിയൊക്കെ നശിച്ചു തുടങ്ങിയത്. ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡിന്റെ അകത്തുള്ള ഏതാണ്ട് ഒരു 100ഓളം കടകളെല്ലാം തന്നെ ഇന്നലെ വൈകിട്ട് മുതൽ പൂർണ്ണമായും വെള്ളത്തിന്റെ അടിയിലാണ്. ഇപ്പോൾ മഴക്ക് അല്പം ശമനമുണ്ട്, അതുകൊണ്ട് വെള്ളം കുറഞ്ഞു തുടങ്ങി. ഇതിപ്പം ക്ലീൻ ചെയ്താൽ തീരുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഇപ്പം ക്ലീൻ ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ. വെള്ളം ഇറങ്ങി ചെറുങ്ങനെ ഇറങ്ങുന്നുള്ളൂ. ആ ഒരു ഇതിനകത്ത് തന്നെ നിൽക്കുന്നത്. ഏകദേശം ഒരു 2 മണി മുതൽ കയറാൻ തുടങ്ങിയിട്ടുണ്ട് വെള്ളം. ഇപ്പോൾ ഏകദേശം ഈ സൈഡിലെ എല്ലാ കടകളിലും ഇപ്പം വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നല്ലോണം കയറിയിട്ടുണ്ട്. വേസ്റ്റ് എല്ലാം വന്ന് പിന്നെ ഇപ്പം മാർക്കറ്റെല്ലാം വേസ്റ്റ് എല്ലാം വന്ന് അടിഞ്ഞിട്ടുള്ള. അപ്പം ക്ലീൻ ചെയ്ത് നമ്മളിങ്ങനെ വരുന്നുണ്ട്. ഇതിപ്പോൾ ഓരോ ഭാഗത്ത് ഇത്തരത്തിൽ ആൾക്കാർ ക്ലീനിങ് നടത്തുവാണ്. ഇങ്ങനെയൊക്കെ ക്ലീൻ ചെയ്താൽ ഇത് വൃത്തിയാവോ? ഇത് പെട്ടെന്ന് പരിഹരിക്കാനാവോ? എന്താണ് പരമാവധി നോക്കാൻ തന്നെ, വേറെ എന്താ ചെയ്യാനാ? വേറെ ചെയ്യാൻ പറ്റൂലല്ലോ. എങ്ങനെയെങ്കിലും ഇത് ക്ലീൻ ആക്കി എടുക്കണ്ടേ നമ്മള്. ഇന്നലെ വൈകുന്നേരം മുതലാണ് ഇങ്ങനെ വെള്ളം കയറാൻ? ഇന്നലെ രാത്രി 2 മണിയായിരുന്നു കയറുമ്പോൾ. 2 മണി കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷമാണ് കയറാൻ തുടങ്ങിയത്. ഇതിപ്പോ എന്തൊക്കെ കടകൾ? ഇത് ഫുഡ്വെയർ ആണ്. കുറെയൊക്കെ മാറ്റി, കുറെയൊക്കെ മുകളിലൊക്കെ കയറ്റി, എന്തൊക്കെയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ ഉപയോഗിക്കാൻ വലിയ നാശനഷ്ടം ഉണ്ടായോ? നാശനഷ്ടങ്ങളൊന്നുമില്ല, പക്ഷെ കുറച്ച് റിസ്ക് എടുത്തു. കുറെ മാറ്റാൻ അങ്ങനെ റിസ്ക് എടുത്തിട്ടുണ്ട് കുറെ. പിന്നെ ആദ്യം ഇത് റെഡിയാക്കി വരണമെങ്കിൽ കുറച്ച് താമസം എടുക്കുകയും ചെയ്യും. കുറഞ്ഞാൽ നമുക്ക് റീപ്ലേസ് ക്ലീൻ ചെയ്തെടുത്താലും എന്തായാലും സ്മെല്ലും കാര്യങ്ങളൊക്കെ പോകണമെങ്കിൽ എന്തായാലും ടൈം എടുക്കും. നഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ല, നാശനഷ്ടങ്ങളായിട്ട് സംഭവിച്ചിട്ടില്ല. ഇതിന് സമാനം തന്നെയാണ് ഇതിനകത്തുള്ള മറ്റ് കടകളും എല്ലാം തന്നെ. ചേട്ടാ, ഇതിപ്പം പെട്ടെന്ന് ക്ലീൻ ചെയ്താൽ തീരുമോ? ഇതിപ്പം ക്ലീൻ ചെയ്ത വേഗം തീരുമോ? തീരും, കുഴപ്പമില്ല. ചെരുപ്പാണല്ലേ? ചെരുപ്പ്. അതെ. എപ്പോഴും ഇത് വെള്ളം കയറാൻ തുടങ്ങിയത്? ഇന്നലെ വൈകുന്നേരം മുതലേ ഉണ്ട്, പക്ഷെ രാത്രി മുതൽ സ്പീഡ് കൂടിയ 2 മണിക്ക്. സാധാരണ എല്ലാ വർഷവും ഇങ്ങനെ വെള്ളം കയറുന്നുണ്ട്? അധികം ഉണ്ടാവും. എല്ലാ വർഷവും അധികം ഉണ്ടാവും. ഇപ്പൊ കട ഉയർത്തോ മറ്റോ ചെയ്താൽ രക്ഷയുണ്ടാവോ? ഉയർത്തോണ്ട് രക്ഷയില്ല. പുഴി മണൽ വാരിയാ മതി. പുഴയിലെ മണൽ വാരിയാ മതി. അത് തന്നെയാണ് ഏതാണ്ട് അതന്നെ. ഇതിപ്പോ ഏതാണ്ട് എത്ര കടകളുണ്ടാവും ഇവിടെ? ഇവിടെ ഒരു ഇതിനകത്ത് തന്നെ 100-200 ചില കടകളുണ്ട്. താഴത്തെ നിലയിലുള്ള എല്ലാ കടകളും അതന്നെ. സാധനങ്ങൾ ഇവിടുന്ന് മാറ്റാൻ പറ്റുമോ? കുറെയൊക്കെ മാറ്റി, കുറച്ച് വെള്ളം നനഞ്ഞു പോയി. ആ സ്പീഡ് കയറിയതുകൊണ്ട് സമയം കിട്ടി. അതെ. ഇത് തന്നെയാണ് ഈ ഓരോ കടകളുടെയും അവസ്ഥ. അത് ഓരോ ചിലതിൽ ചെരുപ്പാണെങ്കിൽ മറ്റു ചിലതിൽ മറ്റ് കാര്യങ്ങളാണ് എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ ഭാഗത്ത്, പ്രത്യേകിച്ച് ഈ ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്ത്, ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഈ വെള്ളം കയറി കടകളിലെല്ലാം തന്നെ പ്രശ്നങ്ങൾ വരുന്നത്. ഇത് ക്ലീൻ ചെയ്ത് ഏറ്റവും വേഗം തന്നെ ഇത് ഉപയോഗിക്കാൻ പാകത്തിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിലാണ് കടയുടമകളും അവിടുത്തെ ജീവനക്കാരും എല്ലാം തന്നെ.